ഈ ഹൗ എ പാരമ്പര്യങ്ങൾ എങ്ങനെ വികസിച്ചു എന്ന ബിൽ വിൽസന്റെ ഒരു ബിൽ വിൽസന്റെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അതിനെ സംബന്ധിക്കുന്ന ഒരു പാംലെറ്റ് ആണിത്. എന്തായാലും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ഇതിപ്പോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ലഘുലേഖയിലൂടെ കടന്നു പോകുന്നത്. പ്രധാനമായിട്ടും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ച് അറിയാൻ സ്റ്റിക്ക് ചെയ്തിരുന്നത് വളരെ കൃത്യമായിട്ട് ഏറ്റവും വിശദമായിട്ട് തന്നെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിലെ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നത്, എന്നെ സഹായിച്ചത് എ കംസ് ഓഫ് ഏജില് കൃത്യമായിട്ട് എ കംസ് ഓഫ് ഏജിൽ പാരമ്പര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ, അതുപോലെ തന്നെ പ്രതിദിന മനനങ്ങളിൽ പാരമ്പര്യങ്ങളെ കുറിച്ച് ചില വ്യക്തികൾ ഓരോ അംഗങ്ങളുടെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇതിന്റെ ബിൽ വിൽസൺ നേരിട്ട് തന്നെ സംസാരിക്കുന്ന വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ എഴുത്തിൽ വരുന്ന ഒരു നമ്മളെ സഹായിക്കുന്ന ഒരു ലഘുലേഖയാണ് എങ്ങനെയാണ് പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് വികസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ആമുഖത്തിലും ബിൽ വിൽസൺ എഴുതിയ ആമുഖമുണ്ട്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇതില് ഒരു 7-8-9 ചെറു ലേഖനങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷെയർ ചെയ്തത് ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ലേഖനമായിട്ടാണ് അത് എനിക്ക് അനുഭവപ്പെട്ടത്. മാത്രമല്ല ഇതിലെ ഈ പല ബിൽ വിൽസന്റെ പല എഴുത്തുകളിലും, അത് 12 പടികളായിക്കോട്ടെ, ബിഗ് ബുക്ക് ആയിക്കോട്ടെ, ഈ ലഘുലേഖ ആയിക്കോട്ടെ, ഇതിനിടയിൽ ചിലപ്പോ ചില രത്നത്തിന് സമാനമായിട്ടുള്ള ചില പ്രവചന സ്വഭാവമുള്ള ചില വരികൾ വരും. അത് പക്ഷേ എഴുതുന്ന സമയത്ത് അത് എല്ലാ വരികളും അങ്ങനെ ആവണമെന്നില്ല. ചില വരികളുണ്ട്, അത് അത്തരത്തിലുള്ള ചില വരികളാണ്. ഈ നേതൃത്വത്തെ സംബന്ധിക്കുന്ന കഴിഞ്ഞ ലേഖനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ചില നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിലെ എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ചില പ്രശ്നങ്ങൾ എന്താണെന്നുള്ളൊരു ചോദ്യം എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം 2 പ്രസക്തമായ പോയിന്റ്സ് ആണ്. ജീവിക്കുന്നതിന്റെ പ്രശ്നങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വിപുലമായ അനുഭവവും. ഈ ജീവിക്കുന്നതിന്റെ പ്രശ്നം പ്രായോഗികമായിട്ടുള്ള ലൈഫിലും അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ള ലൈഫിലും. അപ്പോ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, അത് നല്ലൊരു ചീത്തയുണ്ട്, അതിന്റെ വിപുലമായ ഒരു അനുഭവം. അപ്പോ അത് ഒരു ഉൾക്കാഴ്ച തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങളുടെ മെമ്പേഴ്സിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? സാമ്പത്തികമാണോ, സെക്സ് ആണോ, അല്ലെങ്കിൽ നേതൃത്വമാണോ എന്നൊക്കെ ഉള്ള പല സംശയങ്ങളും എല്ലാ കാലത്തും എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാവും. പക്ഷേ ബിൽ വിൽസന്റെ ഒരു നിഗമനം, അദ്ദേഹം ഹൂ ഈസ് എ മെമ്പർ ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, ആരാണ് അംഗം എന്നുള്ള തന്റെ ആദ്യത്തെ ഈ ലഘുലേഖയിലെ ആദ്യത്തെ ആ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം മനോഹരമാണ്. അത് എഴുതിയത് നമ്മുടെ ഈ റിലേഷൻഷിപ്സിലെ നമ്മുടെ അടിസ്ഥാനപരമായി മിക്കവാറും നമ്മുടെ ബന്ധങ്ങളിലെ പ്രശ്നമാണ്. അത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ തമ്മിലുള്ളതും അതുപോലെ തന്നെ പുറം ലോകവുമായി ബന്ധപ്പെട്ടതും. അപ്പോ അടിസ്ഥാനപരമായ മിക്കവാറും നമ്മുടെ റിലേഷൻഷിപ്സിനാണ് പ്രോബ്ലം എന്നുള്ളത് അദ്ദേഹം ഒന്ന് നിരീക്ഷിച്ചു. അതും കഴിഞ്ഞിട്ട് മനോഹരമായിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാധാന്യം പുള്ളിക്കാരൻ ബിൽ വിൽസന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ശൈലി, അങ്ങനെ ബിഗ് ബുക്കിനകത്തും ഈ കപ്പൽ ഛേദം വന്നിട്ട് കടലിൽ പൊങ്ങിക്കിടക്കുന്ന അംഗങ്ങൾ, അതായത് ഒന്നാമത്തെ പാരമ്പര്യത്തെക്കുറിച്ച്, യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചപ്പോ അതില് ഒരാളും റൊട്ടിക്കോ വെള്ളത്തിനോ വേണ്ടി കലപില കൂടണ്ട, ഇങ്ങനെ
കടലില് തകർന്നു കിടക്കുന്ന ചില തടിക്കഷ്ണങ്ങളിൽ പിടിച്ചു കിടക്കുന്ന മനുഷ്യര്, 7 അംഗങ്ങൾ. അപ്പൊ അവര് അങ്ങനെ തകർച്ചയായി കിടക്കുമ്പോൾ അവർ ഐക്യത്തോടെ നിൽക്കണമെന്നും വെള്ളത്തിനോ റൊട്ടിക്കോ വേണ്ടി ആരും ബഹളം കൂട്ടരുതെന്നുള്ള ഈ ഒരു ചിത്രം ബിൽവിൽസന്റെ ഒരു സ്ഥിരം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച ഒരു ചിത്രമാണ്. ഇങ്ങനെ ഈ കടലും അതിൽ തകർന്നു കിടക്കലും അപ്പോൾ അവരുടെ ഒരു ഒരുമയും ഒക്കെ. അതുപോലെ തന്നെ ഇതേമാതിരിയുള്ള ഒരു നിരീക്ഷണം അവർ പാരമ്പര്യത്തിൽ നടത്തിയിട്ടുള്ളത് പുതുതായിട്ട്, അതായത് ഈശ്വര സങ്കല്പത്തെ കുറിച്ച് സംശയാലുവായിട്ടുള്ള ഒരു നവാഗതൻ, ദൈവം ഉണ്ടോ ഇല്ലയോ, ആരിൽ വിശ്വസിക്കണം എന്നൊക്കെയുള്ള രണ്ടാം പടിയെക്കുറിച്ച് സംശയാലുവായിട്ടുള്ള ഒരു നവാഗതൻ. അപ്പൊ രണ്ടാം പടിയെക്കുറിച്ച് ബിൽവിൽസൺ എഴുതിയപ്പോ അവിടെയും ഈ കടൽ കയറി വന്നു. അയാള് ബിൽവിൽസൺ അവിടെ എഴുതി വെച്ചിരിക്കുന്ന രണ്ടാം പടിയിൽ ആ കടല് കയറ്റിയത് ഇങ്ങനെയാണ്. അദ്ദേഹം എഴുതിയത്, ഈ താനാകുന്ന മുങ്ങുന്ന കപ്പലിന് നങ്കൂരമിടാൻ പറ്റിയ തുറമുഖം ആണ് എന്ന് തോന്നുന്ന ഏതൊരു നവാഗതനും അദ്ദേഹം ഒരു വലിയ ശക്തിയെ ആശ്രയിക്കൽ അല്ലെങ്കിൽ മറ്റെന്താണ്. അതായത് എനിക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു അംഗത്തെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം കിട്ടുന്നു, അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു വലിയ ശക്തിയിലുള്ള ആശ്രയമാണ്, രണ്ടാം പടിയുടെ പരിശീലനമാണ് എന്ന് ബിൽവിൽസൺ അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്. അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നതും ഇതേ കടലിനെയാണ്. താനാകുന്ന മുങ്ങുന്ന കപ്പലിന് നങ്കൂരമിടാൻ പറ്റിയ തുറമുഖം. അപ്പോ ഈ കടലിനെ പറ്റിയുള്ള ഒരു ബിൽവിൽസൺ പല സ്ഥലങ്ങളിലായിട്ട് കുറിച്ചിട്ടിരിക്കുന്ന ഒന്ന്. ഇവിടെ ആരാണ് അംഗം എന്ന് പറയുന്ന ലേഖനത്തിലും അദ്ദേഹം ഈ പ്രക്ഷുബ്ധമായ കടലിന് സമാനമായ ഇന്നത്തെ ആധുനിക സമൂഹം, അതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ച. പ്രക്ഷുബ്ധമായ കടലിന് സമാനമായിട്ടുള്ള ഇന്നത്തെ ആധുനികമായിട്ടുള്ള ഈ സൊസൈറ്റി അദ്ദേഹം ഉപമിച്ചിരിക്കുന്ന പ്രക്ഷുബ്ധമായ കടലാണ്. അതില് ആ പ്രക്ഷുബ്ധമായിട്ടുള്ള കടൽ ഇളകി മറിയുന്ന, തിളച്ചു മറിയുന്ന, അലങ്കാര ഭാഷയൊക്കെ അങ്ങ് വിട്ടാൽ ജീവിത പ്രശ്നങ്ങളിൽ അന്തിച്ചു നിൽക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള അംഗങ്ങൾ, അത് തന്നെയാണ് പ്രക്ഷുബ്ധമായ കടൽ. ആ കടലില് ഈ കപ്പൽ ഛേദം വന്ന് തകർന്ന മനുഷ്യര്, കടലിലായിപ്പോയവര്, അവര് നീന്തിക്കേറുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം, അത് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോ ആ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എന്നെ പോലെയുള്ള മനുഷ്യരെ ഒരു അഭയം തേടുന്ന ഇടമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഇത്രയും പറഞ്ഞിട്ട് ആ മനുഷ്യൻ, ബിൽവിൽസണും ഈ പാരമ്പര്യങ്ങള് അത് ചങ്ക് പറിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളുടെ ഈ ഒരു വല്ലാത്ത എന്താണ് തണല് തരുന്ന ഒരു ഇടമാണത്. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ഇടത്തില് നമ്മൾ നേതൃത്വത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുമുള്ള വിഷയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ബഹളവും വക്കാണവും ഒക്കെ കൂടിയാൽ നമ്മുടെ ഭാവി തീരുമാനിക്കപ്പെടും. വിവാദപരമായ കാര്യങ്ങളിൽ എങ്ങനെ തീരുമാനമെടുക്കുന്നു എന്നുള്ളതിനെയും പൊതുജന സമ്പർക്ക രീതി എങ്ങനെയുള്ളതിനെ ആശ്രയിച്ചുമാണ്, അതിനെ ആധാരമാക്കിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി എന്ന് ബിൽവിൽസൺ നിരീക്ഷിക്കുന്നുണ്ട്. അത് അക്ഷരം പ്രതി ശരിയുമാണ്. വിവാദപരമായിട്ടുള്ള വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ത് നിലപാടെടുക്കും, പുറമേ ഉള്ള പൊതുജന സമ്പർക്ക രീതിയിൽ എന്ത് നിലപാടെടുക്കും, ഇതിനെ ആശ്രയിച്ചാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പ്. അപ്പോ ബിൽവിൽസൺ അവിടെയും കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. നമ്മളെ ഈ രണ്ട് കാര്യങ്ങളിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്, നമ്മുടെ അവസാന വിധി തൂങ്ങി നിൽക്കുന്നത് അപകടം നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ ആശ്രയിച്ചിരിക്കുന്നു. ആ വിധി തൂങ്ങി നിൽക്കുക, ഇതെല്ലാം വളരെ അദ്ദേഹത്തിന് ഭാഷ കൈകാര്യം ചെയ്യാൻ, ബിൽവിൽസന് ഭാഷ കൈകാര്യം ചെയ്യാൻ അസാധ്യമായിട്ടുള്ള ഒരു കൈവഴക്കം ഉണ്ടായിരുന്നു. കാരണം 12 പടികളിലും പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞ പുസ്തകത്തില് പടികളില് പലപ്പോഴും 4ാമത്തെ പടിയില് വാക്കുകൾ കൊണ്ട് കാണിക്കുന്ന മാജിക്ക്, പാപമെന്നും പിന്നെ തിന്മയെന്നും തെറ്റുകളെന്നും അബദ്ധങ്ങളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ക്യാരക്ടർ ഡിഫക്ട്സിന്റെ ഒരു പട്ടിക എടുക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങള്, തെറ്റ്, പാപം അല്ലെങ്കിൽ അബദ്ധം അല്ലെങ്കിൽ വിദ്വേഷം,
അല്ലെങ്കിൽ ശത്രുത, ഇങ്ങനെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 പ്രത്യേക കാര്യത്തിനെ തന്നെ വിവിധ വാക്കുകൾ കൊണ്ട്, അതിന് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ കൊടുത്തുകൊണ്ട്, അത് ഒരു ഒരു എന്താണ് ദൈവികമായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയ രീതിയിൽ തന്നെയാണ് ബിൽ വിൽസൺ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പാരമ്പര്യങ്ങളുടെ പ്രസക്തി അദ്ദേഹം പറഞ്ഞു നിർത്തിയത് അവിടെ തന്നെ. ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് പോകണമോ, അത് ഈ പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്നേ മതിയാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അതിന്റെ ആദ്യകാലത്ത് അതിന്റെ അനുഭവങ്ങളിൽ നിന്ന്, വളരെ കുഴയ്ക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്ന് കാണുന്ന രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ രൂപം കൊണ്ടത്. ഇന്നിപ്പോ നമ്മള് ആദ്യത്തെ എസ്സേ കഴിഞ്ഞിട്ട്, ആദ്യത്തെ ലേഖനം കഴിഞ്ഞിട്ട്, ഹോസ്പിറ്റൽസ് ആൻഡ് ആശുപത്രികളും ഇത് ബിൽ വിൽസന്റെ ബിൽ വിൽസൺ നമ്മുടെ ഈ ലഘുലേഖയിൽ എഴുതിയിട്ടുള്ള രണ്ടാമത്തെ ലേഖനമാണ്. 1947 ഗ്രേപ്പ് വൈൻ, നമ്മുടെ മുഖപത്രമായിട്ടുള്ള ഗ്രേപ്പ് വൈനിൽ വന്നിട്ടുള്ള ഒരു ലേഖനം. മാത്രമല്ല, ആറാം പാരമ്പര്യത്തിന് പശ്ചാത്തലമായിട്ടുള്ളൂ, ആറാം പാരമ്പര്യത്തിന്റെ രൂപം കൊണ്ടതിന് നിദാനമായിട്ട് നിന്നിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങളിലെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അതും കൂടെ ഈ ലേഖനത്തിലുണ്ട്. അപ്പോ ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇന്നിപ്പോ നമ്മുടെ ആദ്യമേ തന്നെ വായിച്ചു, ആറാമത്തെ ഈ ലേഖനവും ഹോസ്പിറ്റൽസ് ആൻഡ് എന്ന് പറയുന്ന ലേഖനവും ആൽക്കഹോളിക്സ് അനോണിമസിലെ ക്ലബ്ബുകൾ നമ്മളോടൊപ്പം നമ്മൾ തുടരാൻ വേണ്ടി ക്ലബ്ബുകളുടെ പ്രസക്തി എന്തെന്നുള്ളതും, അതുപോലെ തന്നെ മറ്റ് എക്ക് പുറമേയുള്ള പ്രോജക്ട്സുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിന്നാൽ വരുന്ന അപകടങ്ങൾ, ഈ 3 ലേഖനങ്ങളും 6ഉം 7ഉം പടികളെ, 6ഉം 7ഉം പാരമ്പര്യത്തെക്കുറിച്ചും 6ഉം 7ഉം പാരമ്പര്യങ്ങളെ കുറിച്ചും, അവസാനത്തെ ഞാൻ സൂചിപ്പിച്ച എക്ക് പുറത്തുള്ള സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്ന ലേഖനത്തില് 8ാമത്തെ പാരമ്പര്യം. അപ്പോൾ ഈ 3 പാരമ്പര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള ലേഖനങ്ങളാണ് ഈ 3ഉം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽസ് ആൻഡ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ക്ലബ്ബുകൾ, അതിന്റെ പ്രസക്തി, ആ ഒരു ലേഖനവുമാണ്. ഞാൻ ആദ്യമേ കരുതിയിരുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രിപ്പയർ ചെയ്യുന്നതിലും ഇതിനെ തയ്യാറാകുന്നതിലും വന്ന ചില നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടും ഒക്കെ ഇത് തയ്യാറായി വരാനും ചില കാലതാമസവും ഒക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ ഹോസ്പിറ്റൽസ് ആൻഡ് ഇതില് ആശുപത്രികളും എന്ന് പറയുന്ന ഈ ലേഖനത്തിൽ 6ാമത്തെ പാരമ്പര്യം നമ്മുടെ വ്യക്തമായിട്ട് പറയുന്നത്, അതിന്റെ ലോങ് ഫോമിൽ, 6ാമത്തെ പാരമ്പര്യത്തിന്റെ ലോങ് ഫോമിലെ പണം, വസ്തുവകകൾ, അധികാരം ഇവ എളുപ്പത്തിൽ നമ്മുടെ പ്രാഥമിക ആധ്യാത്മിക ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ എക്ക് യഥാർത്ഥത്തിൽ ഉപയോഗത്തിലുള്ള കാര്യമായ സ്വത്ത് രജിസ്റ്റർ ചെയ്ത് വേറിട്ട് സൂക്ഷിച്ചിരിക്കണം, വേറെ കൈകാര്യം ചെയ്തിരിക്കണം. അങ്ങനെ സാമ്പത്തികം ആത്മീയത്തിൽ നിന്ന് വേർതിരിക്കപ്പെടും. ഒരു ഗ്രൂപ്പ് നേരിട്ട് ബിസിനസ്സിൽ ചെന്ന് ചാടരുത്. എയുടെ സഹായ ഘടകങ്ങൾ, അതായത് ക്ലബ്ബുകളോ ആശുപത്രികളോ പോലെ കൂടുതൽ സ്വത്തും ഭരണ സംവിധാനവും ആവശ്യമുള്ളവ പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത് വേറിട്ട് പ്രവർത്തിക്കണം. എന്തെന്നാൽ ആവശ്യം വന്നാൽ വളരെ എളുപ്പത്തിൽ അവയെ ഉപേക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഘടകങ്ങൾ എയുടെ പേര് ഉപയോഗിക്കരുത്.
ക്ലബ്ബുകൾ AA മാനേജർമാരെയാണ് സാധാരണ തിരഞ്ഞെടുക്കാറ്. എന്നാൽ ആശുപത്രികൾക്കും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും AAക്ക് പുറത്തുള്ളവരെയാണ് ആവശ്യം. അവയ്ക്ക് വൈദ്യശാസ്ത്രപരമായി മേൽനോട്ടം ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു AA ഗ്രൂപ്പിന് ആരുമായി വേണമെങ്കിലും സഹകരിക്കാം. എന്നാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ സഹകരണം ഒരു ബാധ്യതയ്ക്കോ അംഗീകാരത്തിനോ ഇടയാകരുത്. AA ഗ്രൂപ്പിന് മറ്റൊന്നിനോടും കെട്ടുപാട് ഉണ്ടായിരിക്കരുത്. ഞാൻ ഇപ്പോൾ വായിച്ച 12 പടികളുടെ ലോങ് ഫോം, അത് മലയാളത്തിലുള്ള ബിഗ് ബുക്കിൽ 12 നടപടിക്രമങ്ങൾ വിശദീകരണം എന്നുള്ള പേരിൽ ബിഗ് ബുക്കിന്റെ 210ാമത്തെ പേജിൽ അച്ചടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോ ഈ ബിഗ് ബുക്ക് മാത്രമേ മലയാളത്തിൽ ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായി. ബാക്കിയുള്ളതെല്ലാം അമേരിക്കൻ ഇംഗ്ലീഷിൽ കിടക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ആദ്യമായിട്ട് ഒരു നവാഗതൻ എന്നുള്ള നിലയിൽ ഈ 12 പാരമ്പര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ 6ാമത്തെ പാരമ്പര്യം വായിച്ചപ്പോൾ എനിക്ക് ഇതെന്താണെന്ന് യാതൊരു തരത്തിലും മനസ്സിലായില്ല. ഇതിനകത്ത് AA മാനേജർമാരെന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ക്ലബ്ബുകളെന്ന് ഉപയോഗിച്ചിരിക്കുന്നു. AA മാനേജർമാരെന്താണ്, ആശുപത്രിയും, ഇതൊന്നും മനസ്സിലായില്ല. ഇതെന്താണെന്നുള്ള ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് 12 പാരമ്പര്യങ്ങൾ മലയാളത്തിൽ വന്നപ്പോ അതില് 6ാമത്തെ പാരമ്പര്യത്തില് ഈ പറഞ്ഞ അവ്യക്തത, അതായത് ഈ 6ാമത്തെ പാരമ്പര്യം ലോങ് ഫോമിൽ വായിച്ച ബിഗ് ബുക്കിൽ വായിച്ചപ്പോൾ അവ്യക്തത അത് അല്പം 6ാമത്തെ പാരമ്പര്യത്തില് കുറഞ്ഞു കിട്ടി. അവിടെ എഴുതിയിരിക്കുന്നത് AAയുടെ ആശുപത്രികൾക്ക്, അതായത് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തില് 156ാമത്തെ പേജിൽ 6ാം പാരമ്പര്യത്തിന്റെ അതിലെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ, അപ്പൊ 6ാമത്തെ പാരമ്പര്യം എഴുതി തുടങ്ങിയപ്പോ തന്നെ ഇന്നത്തെ ലേഖനത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഇതിനൊരു പശ്ചാത്തലം ഒരുക്കുകയാണ്. കാരണം നമ്മള് എങ്ങനെയാണ് പാരമ്പര്യങ്ങൾ വികസിച്ചത് എന്ന ലേഖനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന പുസ്തകങ്ങളിലൂടെയുള്ള ഒരു പുറകിലേക്കുള്ള ഒരു നടത്തം. അപ്പൊ ആ പുറകിലേക്കുള്ള നടത്തം വരുമ്പോ ഈ പാരമ്പര്യങ്ങൾ എങ്ങനെ വികസിച്ചു എന്നുള്ള ഈ ലഘുലേഖയുടെ അത് നമുക്ക് കൂടുതൽ വെളിച്ചം പകരുന്ന ഒന്നാണ്. അപ്പോ ആദ്യമായിട്ട് മലയാളത്തിൽ വന്ന ബിഗ് ബുക്കില് 6ാമത്തെ പാരമ്പര്യത്തിന്റെ ലോങ് ഫോം വായിച്ചപ്പോ അത് ഒന്നും മനസ്സിലായില്ല. എന്താണ് ക്ലബ്ബ്, എന്താണ് AA മാനേജർ, എന്തിന് സ്വത്ത് നമ്മള് രജിസ്റ്റർ ചെയ്ത് വ്യത്യസ്തമായിട്ട് വെക്കണം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, മറ്റു ഗ്രൂപ്പിന് മറ്റൊന്നിനോടും കെട്ടുപാടുണ്ടാവരുത് എന്നൊക്കെ എഴുതിയപ്പോ അത് തിരുവനന്തപുരത്തിരിക്കുന്ന എനിക്കതൊന്നും മനസ്സിലായില്ല. 12 പടികളും പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിൽ 6ാമത്തെ പാരമ്പര്യം വായിച്ച് മലയാളത്തിൽ കിട്ടിയപ്പോൾ നോക്കിയപ്പോ അതിലെഴുതി വെച്ചിരിക്കുന്നു, ഈ നമ്മളെ കുടിയന്മാരെ ആശുപത്രിയൊക്കെ ഇഷ്ടമായിരുന്നില്ല ഒരു കാലത്ത്. അപ്പോ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ആശുപത്രി ശൃംഖല പണി കഴിപ്പിക്കണമെന്ന് നമ്മൾ കരുതി. അത് മദ്യപാനാസക്തി എന്താണെന്ന് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൊതുജനത്തെ പഠിപ്പിക്കുകയും സ്കൂൾ പാഠപുസ്തകങ്ങളും വൈദ്യശാസ്ത്ര പുസ്തകങ്ങളും തിരുത്തി എഴുതണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അപ്പോ ആ പേജുകളിൽ അങ്ങനെ ആശുപത്രിയുമായിട്ട് ചേർന്ന സൂചനകൾ, അതുപോലെ തന്നെ ഈ ആശുപത്രിയുമായിട്ട് ഈ നമ്മുടെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലെ 6ാം പാരമ്പര്യത്തില് ഈ ആശുപത്രികളുമായിട്ട് ഉള്ള ചേർത്തുകൊണ്ടുള്ള ഒരു വർത്തമാനം 156ാമത്തെ പേജില് AA ആശുപത്രികൾക്കായി നമ്മൾ പരിശ്രമിച്ചെങ്കിലും അവയെല്ലാം തടസ്സപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ AA ഗ്രൂപ്പിനെ ബിസിനസ്സായി രൂപവൽക്കരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പലർ കൂടിയാൽ പാമ്പ് ചാകില്ലെന്ന് പറയുന്നത് പോലെ വാസ്തവത്തിൽ ഇതിന്റെ പരിഭാഷയുടെ സ്റ്റേജില് പരിഭാഷകന്റെ കൂടെ ഇരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അവിടെ ഇംഗ്ലീഷിലുള്ള ഒരു വാക്കാണ് സാധാരണ അവിടെ ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയുന്ന ഒരു അതിലെ ഇംഗ്ലീഷിലുള്ള ഈ സൂപ്പ് കൂടുതൽ പാചകക്കാർ കൂടിയാൽ ആ സൂപ്പിന്
അതിന്റെ മേന്മ രുചി നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഇംഗ്ലീഷിന്റെ ഒരു ശൈലിയാണ്. പക്ഷേ വളരെ തമാശയായിട്ട് ഞങ്ങൾ അന്ന് തീരുമാനിച്ചു ഇതിനൊരു മലയാളിത്തം കൊടുക്കാം. അതുകൊണ്ട് ഒരു നാടൻ ശൈലി നമ്മൾ ഇതിന്റെ പ്രിന്റിങ്ങിന്റെ സമയത്ത് സ്വീകരിച്ചു. ഇതിന്റെ പരിഭാഷയുടെ സമയത്ത് പലർ കൂടിയാൽ പാമ്പ് ചാകില്ലെന്ന് പറയുന്നത് പോലെ അത് അത് അതിന്റെ ഒരു രസമായിട്ട് ഇപ്പോ അതൊന്ന് എടുത്തുന്നേ ഉള്ളൂ. അപ്പോ ഈ ആശുപത്രിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഈ ഗ്രൂപ്പിനെ ബിസിനസ്സായി രൂപവൽക്കരിക്കാൻ പറ്റില്ലെന്നുള്ളതും, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ ശ്രമങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 6ാമത്തെ പാരമ്പര്യത്തില് ഈ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തില് 6ാമത്തെ പാരമ്പര്യത്തിന് ഈ ആശുപത്രികൾ എന്ന് പറയുന്ന ഒരു മേഖല അവിടെ കൊണ്ട് എത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് ഈ ലഘുലേഖയിലെ ഹോസ്പിറ്റൽസ് ആൻഡ് ആശുപത്രികളും എയും, ഇത് ബിൽ വിൽസൺ 1947 ഗ്രേപ്പ് വൈനിൽ എഴുതിയ ഒരു ലേഖനമാണ്. ഇതിന്റെ പശ്ചാത്തലം 6ാമത്തെ പാരമ്പര്യം നമ്മൾ ബിഗ് ബുക്കിൽ ലോങ് ഫോം വായിച്ചിട്ട് മനസ്സിലായില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിൽ ചില സൂചനകൾ ഹോസ്പിറ്റലിൽ നടത്താൻ നോക്കി. നമ്മൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പലർ കൂടിയാൽ പാമ്പ് ചാകില്ല, അങ്ങനെ വെച്ച് കുറച്ചുകൂടെ ആശുപത്രികളിലോട്ട് നടത്തിപ്പ്. ഇനി ആ കാലത്ത് എന്താണ് നടന്നതെന്ന് വളരെ ചുരുക്കം വാക്കുകളിൽ ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രേപ്പ് വൈനിൽ വന്ന ഒരു പ്രസിദ്ധീകരണമാണ്, ബിൽ വിൽസൺ എഴുതിയതാണ്. ഈ ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഒരു അനുഭവം ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രേപ്പ് വൈനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെടുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ എനിക്ക് സാഹിത്യത്തിനോട് പ്രത്യേകിച്ച് വളരെയധികം താല്പര്യം വന്നു. കാരണം എനിക്ക് എൻ്റെ പ്രത്യേക ജീവിത പരിസ്ഥിതി കൊണ്ട് എപ്പോഴും അംഗങ്ങളുടെ സാമീപ്യം ഉണ്ടാവില്ല. അന്ന് കേരളത്തില് ആൽക്കഹോളിക്സ് അനോണിമസ് 14 ജില്ലകളിൽ ഇല്ല. അപ്പോൾ എൻ്റെ ജീവനോപാധിക്ക് വേണ്ടി റിമോട്ടായിട്ടുള്ള ചില ഹില്ലി ഏരിയയിലോട്ട് തൊഴിൽപരമാവും കുടുംബ പശ്ചാത്തലമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് എയുടെ ഗ്രൂപ്പ് സപ്പോർട്ട് എനിക്ക് ഉണ്ടാവില്ല. ഞാനൊരു ലോണറായിട്ട് നിന്ന് തന്നെ എനിക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആശയങ്ങൾ എന്താണെന്ന് അറിയാൻ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും, അങ്ങനെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്പോൺസർ ഗ്രേപ്പ് വൈനിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി തന്നു. ഒന്ന് ഊഹിക്കണേ. അപ്പൊ ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഗ്രേപ്പ് വൈനുമായിട്ടൊക്കെ വായിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം തോന്നി. ഈ ആ ഗ്രേപ്പ് വൈനിന്റെ സാഹിത്യം, ലിറ്ററേച്ചർ കണ്ടിട്ട്. അങ്ങനെ ആ സമയത്ത് പിന്നെ ഒരു പ്രത്യേക തരത്തിൽ എനിക്കൊരു കഴുത്തിനൊരു അസുഖം വന്നിട്ട് ഞാനൊരു പ്രത്യേക ബാൻഡേജ് കിട്ടി നടന്ന ഒരു കാലമാണ്. അപ്പോ അതൊക്കെ വായിച്ച അതിന്റെ സന്തോഷം, ഞാൻ ആൾക്ക് ഒരു ഇമെയിലൊക്കെ അന്ന് മെയിൽ ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ മെയിൽ അയക്കുന്ന ഒരു കാലം വന്നപ്പോൾ ഞാൻ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ തപ്പിപ്പിടിച്ച് ഗ്രേപ്പ് വൈന് ഒരു കത്തെഴുതി. ആ കത്തെഴുതിയപ്പോ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ എഴുതിയത്, അവിടെ ഗ്രേപ്പ് വൈന് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ, അവിടെ ഈ പ്രസിദ്ധീകരിച്ചിട്ട് ആരും വാങ്ങിക്കാനില്ല. ഞാൻ ഈ തിരുവനന്തപുരത്ത് കേരളത്തിലൊക്കെ ഈ പ്രസിദ്ധീകരിച്ചിട്ട് പുസ്തകങ്ങൾ വിൽക്കാതെ കൂട്ടിയിട്ടിരിക്കുമല്ലോ. അങ്ങനെ പഴയ ലക്കങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരണം. നിങ്ങൾക്ക് ഡോളറായിട്ട് അയച്ചു തരാൻ എൻ്റെ പണമോ സാമ്പത്തിക സ്ഥിതിയോ ഇല്ല. ഈ അർത്ഥം വരുന്ന ഇംഗ്ലീഷ്, അതിന്റെ ഗ്രാമറൊന്നും എൻ്റെ അടുത്ത് ചോദിക്കാതെ, അതൊന്നും എനിക്കും അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങോട്ട് എഴുതി അയച്ചു, മെയിൽ ചെയ്തോ കത്തയക്കുക എന്തോ മെയിൽ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അനക്കവും ഇല്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നു. ആ കത്ത് വന്നപ്പോ അതിൽ എഴുതിയിരുന്നത്, ഏക്കിപ്പോ നിന്റെ കത്ത് വായിച്ചു, ഞങ്ങളുടെ കയ്യിൽ പഴയ സ്റ്റോക്ക് ഒന്നും നിനക്ക് തരാനില്ല. പക്ഷെ ഗ്രേപ്പ് വൈൻ സ്റ്റാഫ് ഞങ്ങളൊരു പിരിവെടുത്തു. ഞങ്ങൾ 1-2 സ്റ്റാഫ്, ഒരു 4-5 സ്റ്റാഫ് ഞങ്ങൾ ഒരു കിറ്റി പാസ് ചെയ്ത് ഞങ്ങൾ ഒരു പിരിവെടുത്തു. നിനക്ക് ഞങ്ങൾ 1 വർഷത്തെ മെമ്പർഷിപ്പ് ഞങ്ങൾ പൈസ അടച്ചിട്ടുണ്ട്. നിന്റെ അഡ്രസ്സ് ഇന്നതല്ലേ, അതിൽ ഞങ്ങൾ അയക്കുകയാണ്. എനിക്ക് അടുത്ത മാസം ഒരു ഫസ്റ്റ് കോപ്പിയും വന്നു. ഈ കോപ്പി വന്ന സമയത്ത് ഞാൻ ഒരു പ്രത്യേക രോഗമൊക്കെ വന്ന് ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ ഗ്രേപ്പ് വൈൻ എൻ്റെ കൈ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്നേഹം വന്ന് എൻ്റെ ചങ്കി തൊട്ടു. ഞാൻ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു.
ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, ലോണറെ പോലെ ഇരുന്ന് എനിക്ക് കടൽച്ഛേദം വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്നേഹം ഗ്രേപ്പ് വൈൻ വഴി വന്നു. അപ്പോ ഞാൻ എന്റെ ചങ്ക് പൊട്ടി തന്നെ ഒരു ഗ്രാമറും ഒന്നുമില്ലാതെ ഞാനൊരു മറുപടി അവർക്ക് കൊടുത്തു. ഇത് വലിയ സന്തോഷമാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഗ്രേപ്പ് വൈനിൽ നിന്നൊരു കത്ത്. സ്നേഹിത ജേക്കബേ, താൻ അയച്ച കത്ത് ലെറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. എനിക്ക് ലോട്ടറി അടിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് യു ഗോ ഐ കം, നീ പോടാ ഞാൻ വരാം എന്ന് പറയുന്ന, ഈ കടപ്പുറത്തൊക്കെ കപ്പലണ്ടി വിൽക്കുന്നവൻ പറയുന്ന ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ജേക്കബിന്റെ ഇംഗ്ലീഷ് കത്ത് ബിൽ വിൽസന്റെ ലേഖനം എഴുതിയ അതേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകത്തിൽ അച്ചടിച്ചു വന്നു. ഞാന് ബിൽ വിൽസനും ജേക്കബുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ബിൽ വിൽസനും ജേക്കബ് വർഗീസും ഒരുപോലെയാണ് എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. ഇവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളുടെ പ്രസക്തി കിടക്കുന്നത്. ജനറൽ സർവീസ് ഓഫീസുമായിട്ടുള്ള നിരവധി സംവാദങ്ങൾ, കത്തിടപാടുകൾ, നേരിട്ടുള്ള സംഭാഷണങ്ങൾ, അതിലെല്ലാം തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് ഓഫീസ്, പ്രത്യേകിച്ച് ന്യൂയോർക്കും നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഖപത്രമായിട്ടുള്ള ഗ്രേപ്പ് വൈനും, ലോകത്ത് അവരെ സൂക്ഷിക്കുന്ന തനിമ മറ്റൊരിടത്തും കാണാനില്ല. ഇംഗ്ലണ്ടില് ഷെയർ മാഗസിൻ എന്ന് പറഞ്ഞു, ജർമ്മനിയില് മറ്റൊരു മാഗസിൻ, ഇന്ത്യയില് 12 സ്റ്റെപ്പ് മാഗസിൻ, അങ്ങനെ ലോകത്തെമ്പാടും ഓരോ ജനറൽ സർവീസ് ഓഫീസുകൾ നടത്തുന്ന മുഖപത്രങ്ങൾ, അതാത് രാജ്യത്തിന്റെ മുഖപത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത്രയധികം കൃത്യമായിട്ടുള്ള സ്വഭാവം ഉൾക്കൊണ്ടിട്ടുള്ള മറ്റൊരു പ്രസിദ്ധീകരണവും നമുക്കില്ല. അതാണ് ഈ ഗ്രേപ്പ് വൈനിന്റെ ഒരു വലിയ പ്രസക്തി. അപ്പോ ഞാനിത് ഒരു ആമുഖമായിട്ട് പറഞ്ഞത്, നമുക്ക് മനുഷ്യർക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള സഞ്ചാരത്തില് വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാവും. അത് എന്നെ സംബന്ധിച്ച് ഗ്രേപ്പ് വൈനിൽ ഉണ്ടായ ഒരു അനുഗ്രഹമാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ആശുപത്രികളും എന്ന് പറയുന്ന ഈ ഒരു ലേഖനത്തിലേക്ക് തന്നെ വരാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6ാം പാരമ്പര്യം രൂപം കൊണ്ട പശ്ചാത്തലം. ഞാനിത് വീണ്ടും ഒന്ന് അഭ്യർത്ഥിക്കുന്നത്, ബിഗ് ബുക്കിലെ ലോങ് ഫോം, അത് കഴിഞ്ഞ് 12 പാരമ്പര്യങ്ങളിലെ 6ാം പാരമ്പര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലേഖനത്തിൽ വരുമ്പോ ഇവിടെ ഈ ആശുപത്രികള്, ആൽക്കഹോളിക്സ് അനോണിമസ് ചിന്തിക്കാൻ, ആശുപത്രികൾ തുടങ്ങേണ്ടത് എന്തിന് എന്ന് ചിന്തിക്കാനുള്ള ചില സാഹചര്യങ്ങളും പശ്ചാത്തലവും, അതാണ് ഈ ലേഖനത്തിന്റെ ഒരു പ്രസക്തി. ഇവിടെ പറയുന്നത്, ബിൽ വിൽസൺ പറയുന്നത്, ഒരു സാധാരണ ആൽക്കഹോളിക്കിന്, ഒരു സാധാരണ തട്ടിലുള്ള ഒരു കുടിയനെ, ഈ ആദ്യകാലത്ത് നമ്മൾ പാപ്പരായിട്ടുള്ള മദ്യപാനികളെ ഏലുള്ളൂ. അപ്പോ മനസ്സിലാക്കാമല്ലോ, പാടെ തകർന്ന, സാമ്പത്തികമായിട്ട് തകർന്ന കുടിയന്മാര്. അപ്പൊ ഒരു സാധാരണ കുടിയനെ സംബന്ധിച്ച് ഒരു സാനിറ്റോറിയത്തിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിലോ എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിലായിരിക്കും അയാളുടെ അവസ്ഥ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്ക്, സാനിറ്റോറിയം എന്ന് പറയുന്ന ഒരു വാക്ക്, ഇപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ഏറ്റവും എളുപ്പം സാനിറ്റോറിയം എന്ന് പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ഷയരോഗം, ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖമാണ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖം. അപ്പൊ അത്തരത്തില് പ്രത്യേക തരത്തിലുള്ള ക്ഷയരോഗ ബാധിതർക്ക് ചെസ്റ്റ് ഡിസീസ് ഹോസ്പിറ്റലുകൾ സാനിറ്റോറിയം എന്നാണ്. കാരണം ക്രോണിക് ആയിട്ടുള്ള നീണ്ട കാലം നമുക്ക് കെയർ കൊടുക്കേണ്ട ഒരു രോഗിയെ പാർപ്പിക്കുന്ന ഇടം സാനിറ്റോറിയം. അപ്പോ ഇത്തരം സാനിറ്റോറിയത്തില് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആശുപത്രി എക്സ്പെൻസീവ് ആണ്. അവിടെ പാപ്പരായിട്ടുള്ള ഒരു മദ്യപാനിയെ അയാൾക്ക് എത്താൻ പറ്റില്ല. അപ്പോ ഈ പബ്ലിക് ആയിട്ടുള്ള, നമ്മളെ സർക്കാർ ആശുപത്രി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പബ്ലിക് ആയിട്ടുള്ള, പൊതു ആയിട്ടുള്ള ആശുപത്രിയിൽ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മതസ്ഥാപനങ്ങൾ നടത്തുന്ന ആശുപത്രികളിലൊക്കെ കുറച്ചൊക്കെ ഉള്ള ആശുപത്രികളിൽ ഇതില് കുടിയന്മാർ, പ്രായം ചെന്ന കുടിയന്മാരും ഒക്കെ ആളുകൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മരുന്നും ഒക്കെ ആയിട്ട് താമസിക്കാനുള്ള മിതമായ നിരക്കിൽ മിതമായ നിരക്കൊക്കെ ഉള്ള ചില ആശുപത്രി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. ആ അവസ്ഥ അന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് മനുഷ്യസ്നേഹികളായിട്ടുള്ള
നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അടങ്ങിയ ഗ്രൂപ്പ് ഇന്ന് പാരമ്പര്യം വായിക്കുമ്പോൾ പുറമേ ഉള്ള സംരംഭങ്ങളെ അങ്ങ് അനുകരിക്കരുത്, സാക്ഷ്യപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊന്നും അല്ല. അസാധ്യമായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള സഹജീവി സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പാപ്പരായിട്ടുള്ള കള്ളുകൂടിയന്മാർ ഈ അവസ്ഥ ഉള്ളത് കൊണ്ട് അവര് ചില ഗ്രൂപ്പുകൾ ചികിത്സ രംഗത്തേക്ക് കടക്കാൻ അവർ പ്രലോഭിപ്പിക്കപ്പെട്ടു എന്നാണ് ബിൽ വിൽസൺ എഴുതുന്നത്. അവര് ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് ആശുപത്രികൾ സ്ഥാപിച്ചുകൂടാ. അതുപോലെ തന്നെ ഈ ഡ്രൈയിങ് ഔട്ട് പ്ലേസസ്, ഒരു എയിൽ വന്നു വീണ്ടും കുടിച്ചു, അപ്പോ അവർക്ക് അറിയാം ഈ കുടി കുറച്ചൊന്ന് ഉണക്കി കിട്ടിയാൽ 5-6 ദിവസം ഒരാഴ്ച ഒന്ന് മാറി നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും മുന്നോട്ട് പോവാം. അപ്പൊ അത്തരക്കാരെ ആ സമയം വരെ പാർപ്പിക്കുന്ന ഡ്രൈയിങ് ഔട്ട് എന്ന് പറയുന്ന ചില സ്ഥാപനങ്ങൾ, അതൊക്കെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ തന്നെ അംഗങ്ങളെ മാനേജർമാരായി വാടകയ്ക്ക് എടുത്തുകൊണ്ട്, നഴ്സുമാരെ, അതുപോലെ തന്നെ വന്നു പോകുന്ന വിസിറ്റിംഗ് ഡോക്ടേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ആശുപത്രികളും ഡ്രൈയിങ് ഔട്ട് സെന്റേഴ്സും തുടങ്ങാൻ അന്ന് ഗ്രൂപ്പുകൾ ചിന്തിച്ചു. അത് ചിന്തിക്കാനുള്ള പശ്ചാത്തലം ഇതാണ്. അപ്പോ ഇത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ്, ആൽക്കഹോളിക്സ് അനോണിമസ് നേരിട്ട് പോയി ബിസിനസ് ചാടുന്നു എന്നുള്ള ഒരു പ്രശ്നവും കൂടെ ഇതിൽ വന്നു. അപ്പോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ അന്നത്തെ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ അന്നും ഇന്നും ഒക്കെ തമ്മിലടിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുള്ള ഒരു കൂട്ടം. ഈ വാക്കുകളൊക്കെ ബിൽ വിൽസന്റെ വാക്കുകൾ തന്നെയാണ്. ഇവിടെ തമ്മിലടിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, അതുള്ള ഒരു കൂട്ടം ആൾക്കാർ അവര് ബിസിനസ്സിലോട്ട് എടുത്ത് ചാടയാണ്. നോക്കണം, ആശുപത്രി നടത്തിപ്പെന്ന് പറയുന്ന ബിസിനസ്. ഇവിടെയും ബിൽ വിൽസൺ ഈ ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയുന്ന, അതിനെ നമ്മൾ പലർ കൂടിയാൽ പാമ്പ് ചാകില്ലെന്നതുപോലെ എന്നുള്ള, അതുപോലെ തന്നെ ഈ ആശുപത്രി നടത്തിപ്പുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ചികിത്സ മെഡിക്കേഷനായിട്ട് അതിന് തക്കമുള്ള അറിവോ ഒന്നുമില്ലാത്ത തമ്മിലടിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് ഗ്രൂപ്പ്, അത് ഇത്തരത്തില്, അതും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ആത്മീയതയ്ക്ക് കടപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്ന ഒരു ഇടം എന്നുള്ള സങ്കല്പത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പുറമേയുള്ള ഇത്തരം സംരംഭങ്ങൾ നടത്താൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങള്, ഗ്രൂപ്പുകൾ തുനിഞ്ഞു. അപ്പോ അന്ന് ഈ പുറമേയുള്ള ഗ്രൂപ്പുകള് പുറമേയുള്ള സംരംഭങ്ങളുമായിട്ട് സഹകരിക്കുന്നത് എത്രത്തോളം കുറഞ്ഞിരിക്കുമോ അത്രയും നല്ലത് എന്ന കാഴ്ചപ്പാട് നിൽക്കുമ്പോൾ തന്നെ അംഗങ്ങളുടെ ആശുപത്രിയുടെ ബില്ലുകൾ, അപ്പോ ഇത്തരം ആശുപത്രികൾ, ഡ്രൈയിങ് ഔട്ട് സെന്റേഴ്സ് ഒക്കെ തുടങ്ങി. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങൾ തന്നെ വീണ്ടും കുടിക്കുമ്പോൾ അവരെ കൊണ്ടെത്തിക്കണം, അവരുടെ ആശുപത്രി ബില്ല് നോക്കണം, ഡ്രൈയിങ് ഔട്ട് സെന്റേഴ്സ് നടത്താൻ മാനേജർമാരെ വെക്കണം, അവരുടെ മുന്നോട്ട് പോകാൻ പൈസ വേണം. അപ്പോ ഇതിനൊക്കെ സാമ്പത്തികം വേണം. ഇത് നടത്തിക്കൊണ്ട് പോകാൻ പലപ്പോഴും സാമ്പത്തികമായിട്ട് നമ്മൾ പരാജയപ്പെട്ടു. അപ്പോ ബിൽ വിൽസൺ പറയുന്നത്, ഇത് നടത്തിക്കൊണ്ട് പോകാൻ ധാരാളം ലോണുകൾ നമ്മൾ അംഗങ്ങൾക്ക് കൊടുത്തു. ഇപ്പോ ഒരാൾ സ്ലിപ്പായി, അല്ലെങ്കിൽ വേറൊരു 12 സ്റ്റെപ്പ് ചെയ്ത് ഒരുത്തിനെ കൊണ്ടുവന്ന് ഡ്രൈയിങ് ഔട്ട് സെന്ററിൽ പോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അവന്റെ ചികിത്സയ്ക്കുള്ള ബില്ല് നമ്മുടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ വ്യക്തികളോ ഒക്കെ പൈസ ലോൺ കൊടുത്തു. ഇത് കൊടുത്തതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാതെ വന്നു. ഗ്രൂപ്പുകൾ നടത്തുന്ന ആശുപത്രിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ ചികിത്സയ്ക്ക് നമ്മള് ഗ്രൂപ്പുകൾ ലോൺ കൊടുത്ത് തിരിച്ചു കിട്ടാതെ വന്നു. അത് മാത്രമല്ല, വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഇത്തരം ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിക്കേണ്ട മുൻഗണന എങ്ങനെ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ പൊതുവില് ഇത്തരത്തിലുള്ള ആരോഗ്യ സേവനത്തിനുള്ള ശ്രമങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ആശുപത്രികൾ എന്ന ഒരു മുന്നേറ്റത്തിന് വേണ്ടി, അപ്പോൾ നമ്മൾ ഈ ആശുപത്രികളൊക്കെ നടത്തുന്നു. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആശുപത്രികൾ നടത്തിപ്പിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും
എയുടെ പേര് പറഞ്ഞ് പണം പിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. കാരണം ഇന്നിപ്പോ അതിനെ വലിയ കുറ്റമായിട്ട് കാണാനൊന്നും സാധിക്കില്ല. സഹജീവികള് ചികിത്സിക്കാൻ പണമില്ലാതെ, ഞാൻ മറ്റൊരു വാക്കിലേക്ക്, ബിൽ വിൽസൺ ഉപയോഗിച്ച ഒരു വാക്കിലേക്ക് ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ ഈ ഹോസ്പിറ്റൽസ് ആൻഡ് എയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്റോറിയം, പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് അസൈലം എന്നാണ്. അസൈലം. ഞാൻ ഈ അസൈലം എന്നുള്ള വാക്കിനെ അതിന്റെ ഒരു ചരിത്രം എടുത്തപ്പോ, ഈ അസൈലം നമ്മുടെ 1930 മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ മദ്യപാനിയെ ചികിത്സിക്കാൻ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യില്ല. മദ്യപാനിയെ കൊണ്ട് ഇടുന്ന സ്ഥലം അസൈലവോ സാനിറ്റോറിയമാണ്. സാനിറ്റോറിയത്തില് ക്ഷയരോഗം പോലെ ക്രോണിക് ആയിട്ടുള്ള പകർച്ചവ്യാധി പിടിച്ച മനുഷ്യർ, അസൈലത്തില് ഭ്രാന്തന്മാർ കിടക്കുന്ന സ്ഥലമാണ്. മെന്റലി സിക്ക്, അതായത് സുബോധമില്ലാത്ത മെന്റലി സിക്കായ മനുഷ്യന്റെ കൂടെ ഒരു കാലത്ത് കൊണ്ട് എറിഞ്ഞു കളയുന്ന ഒരിടമായിട്ട്, കുടിയനെ കൊണ്ട് എറിഞ്ഞു കളയുന്ന ഇടമാണ് അസൈലം. ആ സാനിറ്റോറിയം അസൈലം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള അംഗങ്ങൾ, അവര് ഹോസ്പിറ്റൽസ്, അതാണ് അതിന്റെ ഒരു പ്രസക്തി. ആ അസൈലത്തിൽ നിന്ന് ഹോസ്പിറ്റൽ ഉണ്ടാക്കി. ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത് ചികിത്സയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, തമ്മിൽ പോരടിക്കുന്ന വ്യക്തിത്വങ്ങൾ. പണം വേണം. അപ്പോ ഗ്രൂപ്പുകൾ ആശുപത്രികൾ തുടങ്ങി ചികിത്സിക്കാൻ. കുടിയന്മാരെ ചികിത്സിച്ചു, അവര് തന്നെ പൈസ കൊടുക്കുന്നില്ല, പണം വേണം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഒരു ആശയവും ആശുപത്രികൾ മുന്നോട്ട് വന്നു. അത് നടത്തിപ്പിന് വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ പണം പിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോ ഈ ഗ്രൂപ്പുകൾ ആശുപത്രിയിൽ ചെന്ന് ചില ചാടി. അപ്പോ സ്വാഭാവികമായിട്ട് ഈ സ്റ്റേജ് എത്തിയപ്പോ നമ്മുടെ പാരമ്പര്യങ്ങള് രൂപം കൊള്ളുന്നത് എപ്പോഴും നമ്മൾ അതില് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ബിൽ വിൽസൺ വിഖ്യാതമായിട്ടുള്ള നമ്മളെ 12 പാരമ്പര്യത്തിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ കൗൺസിലറായിട്ട് ജോലിക്ക് ചെല്ലാൻ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു.